നമസ്കാരം. നമ്മുടെ വെബിനാർ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈസ് ഇറ്റ് ഓഡിബിൾ? കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചാറ്റിൽ നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്യാമോ? ചാറ്റിൽ ഹായ് എന്നോ അല്ലെങ്കിൽ ഓഡിബിൾ എന്നോ, ഈസ് ഇറ്റ് ഓഡിബിൾ? ഓക്കെ, ഗുഡ്. നമ്മുടെ ഒരു വെബിനാർ വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ ലൈവ് ആവും. എല്ലാവരും ഒരു ബുക്കും പെന്നൊക്കെ എടുക്കുക. ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ അറ്റ് ദ എൻഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ തുടക്കം ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വെബിനാർ എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലുള്ളവര് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വരാൻ താല്പര്യമുള്ളവർ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണിത്. അതല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ലീവ് ഫ്രം ദ വെബിനാർ. ഓക്കെ, എല്ലാം എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള സെഷനാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചോദിക്കേണ്ടതും അതുമായി ബന്ധമുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഡൗട്ട് ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഫോർ എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് ഇവിടെ ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 90% ഓൺലൈനാണ്. അതായത് ഓൺലൈൻ വഴി നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന് വേണ്ടി എൻക്വയറി ഒക്കെ ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. 10% ആയിരിക്കും ഓഫ്ലൈൻ. അപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറെ ഇൻസൈറ്റുകൾ ഡിസ്കസ് ചെയ്യും, കുറെ ടിപ്സുകൾ, ടൂൾസ്, സ്ട്രാറ്റജീസ്, ഇതെല്ലാം ആയിരിക്കും ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എൻ്റെ പേര് ജിറ്റോ ജോസ്. ഞാനൊരു എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരു 1 മില്യൺ എൻക്വയറി ജനറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരു 40,000ഓളം അഡ്മിഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു 18-20 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ്. എൻ്റെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഒരു കോഡിംഗ് സൈറ്റ് ഉണ്ട്, അതാണ് ട്വിങ്കിൾ കോഡർ. എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ട്. ഞാൻ ജെറ്റർവേസിൽ ഡിജിറ്റൽ മാർക്കറ്റർ ആയിരുന്നു. പിന്നെ ഗൂഗിൾ സർട്ടിഫൈഡ് ആണ്. ഇത് എൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഞാൻ പിന്നെ റീസെന്റ്ലി MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലണ്ടനിൽ ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞതാണ്. ഓക്കെ, എന്നെ കുറിച്ചൊന്നും പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇനിയാണ് നമ്മൾ എല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമല്ല. എല്ലാവർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം. അപ്പൊ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഓരോ സ്ഥാപനങ്ങൾക്കും ചെയ്തു കൊടുത്ത സ്ട്രാറ്റജീസ്, എങ്ങനെയൊക്കെ നമുക്ക് ക്വാളിറ്റി ലീഡ് ജനറേറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ അഡ്മിഷൻസ് കൂട്ടാം, ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും ഡിസ്കസ് ചെയ്യാം. കാരണം നിങ്ങൾ എല്ലാവരും ഡിജിറ്റലി ലിറ്ററസി ഉള്ള ഒരു ആൾക്കാരാണ്. എല്ലാവരും ഡിജിറ്റൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ന്യൂ ടേം അല്ല ബേസിക്കലി. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പോണന്റ് ഓഫ് മാർക്കറ്റിംഗ്. അത് ഇന്റർനെറ്റ് വഴിയൊക്കെ മാർക്കറ്റ് ചെയ്യാം, മൊബൈൽ വഴി, ടെക്നോളജി വഴി, ഗൂഗിൾ വഴി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എൻക്വയറി ജനറേറ്റ് ചെയ്യുക. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ന്യൂ ടേം അല്ല. നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബെനിഫിറ്റ് അറിയാം. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാം. ടാർഗറ്റ് റൈറ്റ് ഓഡിയൻസ്, നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ കോഴ്സ് ആർക്കാണ് സൂട്ടബിൾ അവർക്ക് മാത്രം ടാർഗറ്റ് ചെയ്യാം. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. മറ്റ് ട്രഡീഷണൽ മാർക്കറ്റിംഗിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിത് ഭയങ്കര ബെനിഫിറ്റ് ആണ്. നമുക്ക് നമ്മുടെ ബിസിനസ് ഒക്കെ വളരെ സ്പീഡിൽ സ്കെയിലപ്പ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ, ട്രാക്ക് ചെയ്യാം, മെഷറബിൾ ആണ്. നമുക്ക് എത്ര എൻക്വയറി വന്നു, എത്ര ക്ലിക്ക് വന്നു, എല്ലാം ട്രാക്ക് ചെയ്യാൻ, ട്രാൻസ്പെറന്റ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മളിവിടെ ഞാൻ ബേസിക്കലി ഇവിടെ പറയാൻ പോകുന്നത് ഡിജിറ്റൽ ജേർണി ഓഫ് അവർ ക്ലയന്റ്. ഞാൻ ഒരു 5 സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു കൊടുത്തതും അവർ ഫേസ് ചെയ്ത ചലഞ്ചസും അവരുടെ റിസൾട്ടുകളും അവരുടെ സ്ട്രാറ്റജീസും ഇതൊക്കെയാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നതാണ് NIBM ഗ്ലോബൽ എന്ന് പറയും. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 1 മില്യൺ എൻക്വയറി ജനറേറ്റ് ചെയ്തത്. 10 ലക്ഷം എൻക്വയറി ജനറേറ്റ് ചെയ്തതാ. 40,000 അഡ്മിഷൻസ് എടുത്തതാ.
100 crore ബിസിനസ്സാണ് ഞാൻ ചെയ്തത്. എല്ലാം ഓൺലൈനാണ്. അതായത് എല്ലാം ഇതൊരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടല്ല കേട്ടോ. 8 വർഷം കൊണ്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ ഇവർക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയായിരുന്നു സ്ട്രാറ്റജീസ്, ഇതിനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയാൻ പോണേ. ഓക്കെ, അപ്പൊ ഇവര് ബേസിക്കലി ഒരു മാനേജ്മെന്റിന്റെ ട്രെയിനിങ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓൺലൈൻ വഴിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. വേൾഡ് വൈഡ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ചെന്ന വർഷം ഒരു 50,000 എനിക്ക് വരുന്നത്, 2,000 അഡ്മിഷൻസ് എടുത്തു. പിന്നെ 1 lakh എനിക്ക് വരുന്നത്, 4,000 എടുത്തു. അങ്ങനെ കൂട്ടിയിട്ടാണ് ഞാൻ ഒരു ഏകദേശം ഒരു 8 years കൊണ്ടാണ് 40,000 അഡ്മിഷൻസ് എടുത്തത്. അപ്പൊ ഇതെങ്ങനെയൊക്കെയാണ്, ഇതിന്റെ സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോണത്. ഞാൻ അവിടെ ചെന്നപ്പോ ഏകദേശം ഒരു 11-12 years ബിഫോർ ആണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് ഞാൻ ചെല്ലുന്നതിന് ഒരു 5-6 years ഒക്കെ ആയിട്ട് അവർ പേപ്പറിൽ മാത്രമാണ് അഡ്വർടൈസ് ചെയ്തിരുന്നത്. 100% പേപ്പറിലായിരുന്നു. ഞാനൊരു 12 years ബാക്കിന്റെ കഥയാണ് പറയണത്. അവർ പേപ്പറിലാണ് അഡ്വർടൈസ് ചെയ്തത്. ഓൾ ഇന്ത്യ പേപ്പറിൽ അഡ്വർടൈസ് ചെയ്യാൻ നല്ല റിസൾട്ട് ഉണ്ടാവുമായിരുന്നു. പക്ഷെ ചെല്ലുന്തോറും റിസൾട്ട് കുറഞ്ഞു. ഞാൻ ചെന്നപ്പോ അവർ ബേസിക്കലി അവരുടെ സ്ഥാപനം നിർത്തി. പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് നിർത്തി. ബേസിക്കലി പ്രൊമോഷൻ നിർത്തി. കാരണം അവർക്ക് എൻക്വയറി ഒന്നും വരുന്നില്ല, റിസൾട്ട് വരുന്നില്ല. അവർ വിചാരിച്ചു ഇതിൽ അവരുടെ സ്കോപ്പ് പോയി, ഇനി ബിസിനസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ നിർത്തി. അവരറിഞ്ഞില്ല അവരുടെ കസ്റ്റമർ അല്ല, അവർ ഇപ്പൊ ഇന്റർനെറ്റിലാന്നുള്ള കാര്യം അവർ അറിഞ്ഞില്ല. ഓക്കെ, അവർ ബേസിക്കലി പ്രിന്റ് മീഡിയയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്ന് വരുന്ന എൻക്വയറി കോസ്റ്റ് ഒക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ മറ്റേ എക്സ്റ്റേണൽ ഏജൻസിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ചെന്ന ആദ്യം തന്നെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വെബ്സൈറ്റ് റിനോവേറ്റ് ചെയ്തു. നമ്മുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ, ഡിജിറ്റൽ വേൾഡിൽ വെബ്സൈറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഞാനിവിടെ കാണുന്ന എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ്, വെബ്സൈറ്റിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല, പക്ഷേ ബാക്കി അഡ്വർടൈസ്മെന്റ് ചെയ്യാനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അത് അബ്സല്യൂട്ട്ലി റോങ് ആണ്. ആദ്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വെബ്സൈറ്റ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. കാരണം നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തിട്ട് എല്ലാവരും വരും നമ്മുടെ വെബ്സൈറ്റിലേക്കാണ്. വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണത്. നമ്മുടെ ഷോപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയാലാണ് ആൾക്കാർ അവിടെ വന്ന് വാങ്ങും. അതുപോലെ തന്നെയാണ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെർച്വൽ ഷോപ്പാണ്. അപ്പൊ ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതും ഭംഗിയാക്കേണ്ടതും നല്ലൊരു വെബ്സൈറ്റ് ആണ്. അത് തന്നെ ഞാനും ചെയ്തു, നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി. അതേപോലെ നമ്മളെല്ലാവരും വെബ്സൈറ്റിൽ കാണുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആയിരിക്കണം വെബ്സൈറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആരും ഇതൊന്നും ശ്രദ്ധിക്കില്ല. ആൾക്കാരെല്ലാം ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ഇങ്ങനെ ഫോളോ ചെയ്യാണ്. അങ്ങനെയല്ല, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആയിരിക്കണം വെബ്സൈറ്റ് എടുക്കുമ്പോൾ തന്നെ കാണണ്ടേ. കാരണം അതിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി നടത്തുന്നതും ചെയ്യുന്നതും. അതേപോലെ തന്നെ ചിലവരുണ്ടാവും ടൂ മച്ച് കണ്ടന്റ് ഇട്ട് കസ്റ്റമേഴ്സിനെ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ ഡിസൈൻ ഒന്നും പ്രൊഫഷണൽ ആയിരിക്കില്ല, വളരെ ഒരു തട്ടിക്കൂടി ഡിസൈൻ ആയിരിക്കും, മൊബൈൽ ഫ്രണ്ടിൽ നിന്ന് ആയിരിക്കില്ല. അപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ വളരെ പക്കയാക്കണം. ആദ്യം തന്നെ ചെയ്യേണ്ട പരിപാടി അതാണ്. രണ്ടാമത്, ഞാൻ ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്തു, ഗൂഗിൾ ആഡിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് നടത്തി. ഗൂഗിൾ ആഡിൽ ടെസ്റ്റ് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ഹൈ ക്വാളിറ്റി എൻക്വയറി വരുന്നുണ്ടെന്ന്. ഞാൻ ഒരു 10,000 റുപ്പീസിന്റെ ബഡ്ജറ്റാണ് ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് എൻക്വയറി വരുന്നുണ്ടെന്ന് മനസ്സിലായി. ഈ പ്രൊഡക്റ്റ് അപ്പൊ എനിക്ക് മനസ്സിലായി പേപ്പറിലല്ല അവരുടെ കസ്റ്റമേഴ്സ് എല്ലാവരും ഇപ്പൊ ഡിജിറ്റലിലേക്ക് മാറി. അപ്പൊ ഞാൻ ഗൂഗിളിൽ അഡ്വർടൈസ് ചെയ്തപ്പോൾ അത്യാവശ്യം റിസൾട്ട് ഉണ്ടായി. അപ്പൊ നമുക്കറിയാം ഗൂഗിൾ ആഡിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഏത് കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ ആ കീവേഡ് നമുക്ക് നമ്മുടെ ആഡ് ഫസ്റ്റ് വരുത്തിക്കാം. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ആഡാണ്. എസ്പെഷ്യലി നിങ്ങൾ മൊബൈൽ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ ഏറ്റവും ടോപ്പ് 4 ഉള്ളത് ആഡാണ്. അപ്പൊ ഗൂഗിൾ ആഡ് പ്ലേസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കീവേഡിന് നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് ടോപ്പിൽ വരുത്തിക്കും. നാളെ തന്നെ വരുത്തിക്കണമെങ്കിൽ നാളെ തന്നെ വരുത്തിക്കാം. അത്രയ്ക്ക് ഫാസ്റ്റ് ആണ്. നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ റിസൾട്ട് വളരെ പെട്ടെന്ന് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ടാർഗറ്റ് ലൊക്കേഷനിലേക്കൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ആഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. ക്ലിയർ ആയല്ലോ? ഞാൻ വൺസ് ഗൂഗിൾ ആഡ് ഒക്കെ ചെയ്തതിന് ശേഷം, ഗൂഗിൾ ആഡ് അത്യാവശ്യം എൻക്വയറി ഒക്കെ വന്നു തുടങ്ങി. ഞാൻ പയ്യെ SEOയിലും സോഷ്യൽ മീഡിയയിലും ചെയ്തു. SEO എന്നായാലും നമുക്ക് അത്യാവശ്യം കുറച്ച് ക്വാളിറ്റി എൻക്വയറി ഒക്കെ കിട്ടാം. നമുക്ക് പിന്നെ അതിനൊന്നും ഗൂഗിളിന് പൈസ കൊടുക്കണ്ട. SEO ചെയ്യാൻ മാത്രം പൈസ കൊടുത്താൽ മതി. പക്ഷെ ഞാൻ SEOക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇപ്പൊ കൊടുക്കാറില്ല. അന്ന് കൊടുത്തു എന്നുള്ളൂ. കാരണം ഇന്നിപ്പോ എല്ലാവരും മൊബൈലിലാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പൊ മൊബൈലിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന ആഡും വേണം ആൾക്കാർ ക്ലിക്ക് ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് SEOക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ ഞാൻ ആദ്യം ഗൂഗിൾ ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, SEO ചെയ്തു. SEO നിങ്ങൾക്ക് അറിയാം, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതാണ്, നിങ്ങളിപ്പോൾ ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് എന്താണ്,
ഇവിടെ വന്നിരിക്കുന്നതാണ് കണ്ട സ്പോൺസേഡ് എന്ന് പറയും. അതേപോലെ ഇതിനെയാണ് എന്തെന്ന് പറയണേ, SEO എന്ന് പറയും. ഞാനിവിടെ എഴുതി ഡു നോട്ട് സ്പെൻഡ് മച്ച് ഓൺ SEO. കാരണം നിങ്ങൾ എല്ലാവരും സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആഡ് ആണ് കാണുന്നത്, എസ്പെഷ്യലി മൊബൈലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ. അതുകൊണ്ട് SEO സ്പെൻഡ് ചെയ്യുന്നത് അത്ര നല്ലൊരു ഐഡിയ അല്ല. അതേപോലെ SEO നമ്മൾ റാങ്കിങ് ഒക്കെ നമ്മൾ കൂട്ടി, അവരുടെ സൈറ്റിന്റെ SEO റാങ്കിങ് ഒക്കെ കൂട്ടി. അതേപോലെ വൺസ് നമുക്ക് എൻക്വയറി വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെന്നപ്പോൾ എല്ലാ കൗൺസിലേഴ്സിനും പിരിച്ചുവിട്ടു. കാരണം അവർക്ക് കൊടുക്കാൻ ഡേറ്റ ഇല്ല. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗൂഗിൾ ആഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡേറ്റ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കൗൺസിലേഴ്സിന്റെ എണ്ണം കൂട്ടി. കാരണം നമുക്ക് ഈ ഡേറ്റ പ്രോസസ് ചെയ്യാൻ അത് മാത്രം ഡേറ്റ വരാൻ തുടങ്ങി. അപ്പൊ കൗൺസിലേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഡേറ്റനെ പ്രോസസ് ചെയ്ത് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പൊ ഒരുപാട് ഡേറ്റ വരാൻ തുടങ്ങി, ഒരുപാട് കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഡേറ്റയും കൗൺസിലേഴ്സിനെയും എഫക്റ്റീവ്ലി മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് CRM സോഫ്റ്റ്വെയർ വേണം. CRM എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ വേണം. ഞാൻ ഫോർച്ചുനേറ്റ്ലി ഒരു വെബ്സൈറ്റ് ഡെവലപ്പറും സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരുന്നു. അതിനുശേഷമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വന്നത്. ആ എക്സ്പെർട്ടൈസ് എന്നെ ശരിക്കും ഇവിടെ ഹെൽപ്പ് ചെയ്തു. വളരെ ഫ്രാങ്ക്ലി പറഞ്ഞാൽ ഈ CRM സോഫ്റ്റ്വെയറിനൊക്കെ യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഗൂഗിൾ ആഡും SEO സോഷ്യൽ മീഡിയ കഴിഞ്ഞ അപ്പൊ തന്നെ ഞാൻ CRM ഡെവലപ്പ് ചെയ്തു. CRMിലൂടെ നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് പെർഫോം ചെയ്യണത്, ഏത് ഏജൻസിയുടെ ഡേറ്റയാണ്, ഏതൊക്കെ കൗൺസിലറാണ് പെർഫോം ചെയ്യുന്നുള്ള കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടി. ഓക്കെ, നമുക്ക് CRMന്റെ ഗുണം അറിയാൻ പറ്റും. ഏതൊക്കെ കൗൺസിലർ പെർഫോം ചെയ്തു, ഏതൊക്കെ ഏജൻസിയുടെ ഡേറ്റയാണ് നല്ലത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് എത്ര കൺവേർഷൻ റേറ്റ് എത്ര വന്നു, ഡേറ്റയുടെ എന്തെല്ലാം ഡേറ്റകളുണ്ട്, ക്വാളിറ്റി ഓഫ് ഡേറ്റ ഉണ്ട്, അവരൊക്കെ കൃത്യമായിട്ട് അതിനെ പ്രോസസ് ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് CRMൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഫീച്ചർ അറിയാൻ പറ്റും അല്ലേ? അതായത് ഏതൊക്കെ കോഴ്സാണ്, അതേപോലെ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ ചാനലിൽ നിന്നാണ് ഡേറ്റ വന്നത്. നമുക്കൊരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ എല്ലാ ഇൻഫോർമേഷൻ കിട്ടും. എത്ര എൻക്വയറി വന്നു, ഇന്ന് എത്ര അഡ്മിഷൻ വന്നു, കഴിഞ്ഞ ഒരു മാസം എത്ര എൻക്വയറി വന്നു, കഴിഞ്ഞ മാസത്തെ കൺവേർഷൻ റേറ്റ് എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് പെർഫോം ചെയ്യുന്ന കൗൺസിലേഴ്സ് ആരാണ്, അല്ലെങ്കിൽ അതെല്ലാം നമുക്ക് CRMൽ ഒരൊറ്റ ഡാഷ്ബോർഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതാണ് CRMന്റെ ബെനിഫിറ്റ്. അതേപോലെ നമുക്ക് നമ്മുടെ കൺവേർഷൻ റേറ്റ് കൂട്ടാൻ പറ്റും. CRM വെച്ചിട്ട് സ്റ്റുഡൻസ് എൻഗേജ്മെന്റ് ഒക്കെ നമുക്ക് കൂട്ടാം. ഞാൻ CRM കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇതൊരു മാനേജ്മെന്റ് കോഴ്സുകളാണ്. ഞങ്ങൾ എന്ത് ചെയ്തു, LMS ഉണ്ടാക്കി, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. LMS എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഓൺലൈനിൽ നമ്മൾ വീഡിയോയിലൊക്കെ റെക്കോർഡ് ചെയ്ത് നമുക്ക് LMSലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡന്റിന് ഇത് ആക്സസ് ചെയ്യാൻ കൊടുക്കാം. അപ്പൊ സ്റ്റുഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എവിടെ ഇരുന്നാലും അവർക്ക് അവരുടെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനും പഠിക്കാനും പറ്റും. അതാണ് LMSന്റെ ഗുണം, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വീഡിയോസ് ആയാലും PDF ഒക്കെ ആയാലും നമ്മൾ LMSലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, LMSന്റെ ഗുണം നമുക്കറിയാം. പിള്ളേർക്ക് എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റും. അവർ ഓരോ ടോപ്പിക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്തു, അതിന് അവർക്ക് എത്ര മാർക്ക് കിട്ടി, എത്ര ടൈം കൊടുത്തു, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് വീണ്ടും വീണ്ടും ഓൺലൈൻ ക്വിസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്ത് നമുക്ക് LMS അവർക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാനും പറ്റും. എത്ര പ്രാവശ്യം വേണമെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കാൻ പറ്റും. ഇനിയൊരു ക്ലാസ് മിസ്സായാലും അതിന്റെ റെക്കോർഡർ ക്ലാസ് കിട്ടും. അങ്ങനെ LMS വളരെ ഓൺലൈൻ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി LMS പ്ലേസ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. നമുക്ക് ഫീച്ചറൊക്കെ അറിയാം. ഇപ്പൊ LMSന്റെ ഫീച്ചർ അറിയാം. നമുക്ക് ഓരോ കോഴ്സുകൾ ആഡ് ചെയ്യാം, ഓരോ ടോപ്പിക്കുകൾ ആഡ് ചെയ്യാം, ടോപ്പിക്കിനെ അഗെയിൻസ്റ്റ് വീഡിയോസുകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഓരോ സ്റ്റുഡന്റിനനുസരിച്ച് നമുക്ക് ആ വീഡിയോസ് അവർക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ എല്ലാ ബെനിഫിറ്റുകളും ഉള്ളതാണ് LMS എന്ന് പറയുന്നത്. ഞാൻ അവർക്ക് വേണ്ടി ഒരു LMS ഉണ്ടാക്കി. ബേസിക്കലി ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അന്ന് 10-15 വർഷം മുന്നാണ് ഞാൻ ഒരു LMS അവർക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അതുപോലെ തന്നെയാണ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഗൂഗിളും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എക്സ്റ്റേണൽ ഏജൻസി ആയിട്ട് ഞാൻ ക്യാമ്പയിൻ ചെയ്യാൻ തുടങ്ങി. അതായത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കും ഗൂഗിളും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒന്നുമല്ല, വേറെ ഒരുപാട് മേഖലകളുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസ്. നിങ്ങൾക്കറിയാം, ഒരു മാനേജ്മെന്റ് കോഴ്സ് ഒക്കെ എടുക്കുന്നത് സാധാരണ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓൺലൈൻ MBA, ഓൺലൈൻ BBA, അല്ലെങ്കിൽ ഇങ്ങനത്തെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ എടുക്കുന്നത് സാധാരണ വർക്കിംഗ് പ്രൊഫഷണൽസ്. കാരണം അവർക്ക് പ്രൊമോഷൻ കിട്ടാനും ഇൻക്രിമെന്റ് ഒക്കെ കിട്ടാനും പിന്നെ ഓൺലൈനായിട്ട് പഠിക്കാനൊക്കെ സൗകര്യം ഉള്ളതുകൊണ്ട് വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് ഇങ്ങനത്തെ കോഴ്സുകൾ സാധാരണ എടുക്കുക. അപ്പൊ വർക്കിംഗ് പ്രൊഫഷണൽസ് ഈ ഗൂഗിളും ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങൾ മനസ്സിലാക്കി ജോബ് സൈറ്റിലാണ്. അവർ എപ്പോഴും ജോബ് സൈറ്റിൽ ഇങ്ങനെ പുതിയ പുതിയ ജോബുകൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരുപാട് ജോബ് സൈറ്റുകളായിട്ട് ടൈപ്പ് ചെയ്തു. മോൺസ്റ്റർ, ഷൈൻ, നൗക്കറി, ശിക്ഷ, ഇവരൊക്കെ ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ അവരുടെ ഡേറ്റാ ബേസിലേക്ക് അവർ തന്നെ പ്രൊമോഷൻ നടത്തി. അതുവഴി ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് ഞങ്ങൾ എന്ത് ചെയ്തു, ക്വാളിറ്റി എൻക്വയറികൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി.
അതിനുശേഷമാണ് നമ്മൾ മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഞാൻ മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തെന്ന് പറയുന്നത് 6-7 ബൈജൂസ് മൊബൈൽ ആപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തതാണ്. മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്ത് ഞാൻ മൊബൈൽ ആപ്പിലൂടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റി. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും മൊബൈൽ ആപ്പ് നമ്മൾ എന്ത് ചെയ്തു, ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ മൊബൈൽ ആപ്പിലൂടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൂടെ നമ്മുടെ സ്റ്റുഡൻസിന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്ലാസ്സുകളൊക്കെ അവർ ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ മൊബൈൽ ആപ്പ് ഉണ്ടാക്കി പ്രൊമോഷൻ തുടങ്ങിയതിന് ശേഷം ആണ് ബൈജൂസ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പൊ മൊബൈൽ ആപ്പിന്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് ആപ്പിന്റെ ഡൗൺലോഡ് ഒക്കെ കൂട്ടുക എന്നുള്ളതാണ് മൊബൈൽ ആപ്പിന്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ മൊബൈൽ ആപ്പിൽ നിന്നും ആൾക്കാർ നമുക്ക് ഹൈ ക്വാളിറ്റി എൻക്വയറി ഒക്കെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. മൊബൈൽ ആപ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി എൻക്വയറി കിട്ടുന്നത്. കാരണം ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് ആൾക്കാരായിരിക്കും. ആപ്പിൽ നിന്നും അതിന്റെ ഒരു എൻക്വയറി നടത്താന്ന് പറഞ്ഞാൽ ദേ ആർ വെരി സീരിയസ് ആണ്. ഓക്കെ. മൊബൈൽ ആപ്പ്, അതാ മൊബൈൽ ആപ്പിന്റെ ഞാൻ ഇമ്പോർട്ടൻസ് പറഞ്ഞത്. നമുക്ക് കുട്ടികൾക്ക് ഓൺ ദ മൂവിൽ എവിടെ യാത്ര ചെയ്യുമ്പോഴായാലും പഠിക്കാം. എപ്പോഴും മൊബൈൽ നമ്മുടെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഉണ്ട്, ലാപ്ടോപ്പായിട്ട് നമ്മൾ നടക്കില്ല അല്ലേ. അപ്പൊ നമ്മുടെ മൊബൈൽ വഴി നമുക്ക് ഓരോ ക്ലാസ്സുകളൊക്കെ ആക്സസ് കിട്ടും, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും, എപ്പോ വേണമെങ്കിലും പഠിക്കാം. അതാണ് മൊബൈൽ ആപ്പിന്റെ ഒരു ഗുണം. കുട്ടികൾക്ക് യാത്ര ചെയ്യുന്ന നേരത്തോ അല്ലെങ്കിൽ ഒരിടത്ത് ഇരിക്കുന്ന നേരത്തോ നമ്മൾ എപ്പോഴും മൊബൈലിലാണ്. ഒരു ദിവസം നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ കിടക്കുന്ന സമയം വെച്ച് നമ്മുടെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഉണ്ടാവും. അപ്പൊ മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആൾക്കാർ കുട്ടികളെ എൻഗേജ്മെന്റ് ആയാലും അവരുടെ പഠിത്തമായാലും ശരി, അവർക്ക് ഈസിലി നമുക്ക് കുറച്ചും കൂടി അവർക്ക് കൺവീനിയന്റ് ആണ് മൊബൈൽ ആപ്പ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, മൊബൈൽ ആപ്പ് യൂസ് ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈലിന്റെ യൂസ് കൂടുന്നതനുസരിച്ച് മൊബൈൽ ആപ്പിന്റെ യൂസ് കൂടും. 20 മില്യൺ സ്റ്റുഡൻസ് യൂസ് ഗൂഗിൾ ആപ്സ് ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ 73% ടീച്ചേഴ്സ് ആക്സസ് ഡിജിറ്റൽ കോണ്ടന്റ് ഫ്രം മൊബൈൽ ആണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് എന്ത്, മൊബൈൽ ആപ്പ്. ഓക്കെ. ഞാൻ അങ്ങനെ ഒരുപാട് എൻക്വയറി എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ലെവലെത്തി. അതായത് ആദ്യം അവർക്ക് ഒറ്റ കൗൺസിലർ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡേറ്റ എടുക്കാന്ന് പറഞ്ഞാൽ ഒരു 5 കൗൺസിലർ എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഡേറ്റ എടുക്കാന്ന് പറഞ്ഞാൽ 10 ആക്കി. വീണ്ടും അത് 25, 30, 50 അങ്ങനെ 100 കൗൺസിലേഴ്സ് വരെ എത്തി. ഒരു മാസം 25,000 ഡേറ്റ എടുക്കാൻ തുടങ്ങി. അപ്പൊ ഡേറ്റ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയും ഡാറ്റ എടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ബിസിനസ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതായി. അതായത് പറയാം, ലീഡ് കൗണ്ട് മേ റീച്ച് എ സാച്ചുറേഷൻ പോയിന്റ്. നമ്മൾ ഡേറ്റയ്ക്ക് എടുത്ത് മാക്സിമം എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി ബിസിനസ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം. അങ്ങനെയാണ്, ഇനി ബിസിനസ് കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കൺവേർഷൻ റേറ്റ് കൂട്ടിയാലാണ് ബിസിനസ് കൂട്ടാൻ പറ്റൂ. കാരണം നമുക്ക് 100 ഡേറ്റ എടുത്തു, 100 ഡേറ്റ ഇപ്പൊ 3% ഇതുള്ളൂ, കൺവേർഷൻ റേറ്റ് ഉള്ളൂ. ഇനി നമുക്ക് ബിസിനസ് കൂട്ടാൻ പറ്റും. പുതിയ ഡേറ്റ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, എക്സിസ്റ്റിംഗ് ഡേറ്റയുടെ കൺവേർഷൻ റേറ്റ് കൂട്ടിയാൽ മതി. ഈ 3 5 ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഇനിയും കൂട്ടും. അങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്ന എല്ലാ ഡേറ്റകളെ പഠിക്കാൻ തുടങ്ങി. അതാണ് ഡേറ്റ അനാലിസിസ് എന്ന് പറയും. ഈ ഡേറ്റകളെ പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഏത് കൗൺസിലറാണ് പെർഫോം ചെയ്യണേ, ഏത് ഏജൻസിയുടെ ലീഡാണ് പെർഫോം ചെയ്യണേ, ആ ലീഡ് എങ്ങനെയാണ് നമുക്ക് അവരായിട്ട് കൂടുതലൊക്കെ ക്യാമ്പയിൻ ചെയ്യാൻ തുടങ്ങി. അതാണ് ഡേറ്റ അനാലിസിസ്. നിങ്ങളായാലും റെഗുലർലി ഓൾമോസ്റ്റ് എവറി ഡേ ഈ ഡേറ്റകളെ കുറിച്ച് പഠിച്ച്, അപ്പൊ ഡേറ്റ ഡ്രിവൺ മാർക്കറ്റിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഡേറ്റകളെ കുറിച്ചൊക്കെ പഠിച്ച് കൃത്യമായ അനാലിസിസ് ഒക്കെ നടത്തി കഴിയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ കൃത്യമായിരിക്കും, നിങ്ങൾക്ക് കുറച്ചും കൂടി ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെയാണ് ഡേറ്റ അനാലിസിസ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കോസ്റ്റ് പെർ എൻക്വയറി കുറഞ്ഞു. ഡേറ്റ അനാലിസിസ് നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായി പെർഫോം ചെയ്യാത്ത ചാനലൊക്കെ ഇനി കണ്ടുപിടിക്കാൻ പറ്റി. പെർഫോം ചെയ്യാത്ത ചാനലൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പെർഫോം ചെയ്യണ ചാനലിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത്, അപ്പൊ നമുക്ക് കോസ്റ്റ് പെർ എൻക്വയറി ഒക്കെ കുറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് കൂടി. കാരണം കൂടുതൽ ബിസിനസ് തന്നെ ചാനൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് കൂടുതൽ ക്വാളിറ്റി എൻക്വയറി വരാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ബിസിനസ് ഒന്നും കൂടി കൂടി. അതുപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഞാൻ അപ്ലൈ ചെയ്തു. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? നിങ്ങൾക്കായാലും ഞാനൊരു ടിപ്പ് പറഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു 100, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു 5 കൗൺസിലേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 5 പേരുടെയും കപ്പാസിറ്റി ഡിഫറെന്റ് ആണ്. 5 പേരുടെയും കപ്പാസിറ്റി ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മിക്ക സ്ഥാപനത്തിലും ചെയ്യണത് അതായത് വരുന്ന ഡേറ്റ റാൻഡമിലി എല്ലാവർക്കും കൊടുക്കാതിരിക്കും ചെയ്യാം. അങ്ങനെയല്ല ചെയ്യണ്ടേ. ഏറ്റവും നല്ല ഡേറ്റ ഏറ്റവും നല്ല കൗൺസിലർക്ക് പോകണം. അപ്പൊ ഓവറോൾ കൺവേർഷൻ റേറ്റ് കൂടും. അതായത് പെർഫോം ചെയ്യുന്നവന്റെ പെർഫോമൻസ് നമ്മൾ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാണ്. അതാണ് നമുക്ക് എഐയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എഐക്ക് യൂസ് ചെയ്ത് നമ്മുടെ CRMൽ എഐക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ CRMന് കണ്ടുപിടിക്കാൻ പറ്റും ഏത് കൗൺസിലറാണ് നന്നായിട്ട് പെർഫോം ചെയ്യണേ.
അതനുസരിച്ച് ഏത് ചാനലിലെ ഡേറ്റയാണ് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് CRM അറിയാൻ പറ്റും. ഏത് കൗൺസിലറാണ് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് അറിയാൻ പറ്റും. നമ്മൾ AI ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നോളും. AI തന്നെ കണ്ടുപിടിച്ചോളും ഏത് നല്ല ചാനലാണ്, ഏത് നല്ല കൗൺസിലറാന്നുള്ളത് AI തന്നെ കണ്ടു. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ അപ്ലൈ ചെയ്തപ്പോ നമുക്ക് 100 കൗൺസിലറിന്റെ സ്ഥാനത്ത് 50 പേര് മതി. കാരണം 100 നമുക്ക് ഇത്ര കൗൺസിലർ വേണ്ട. കാരണം നമുക്ക് നല്ല നല്ല ഡേറ്റകൾ എടുത്ത് നല്ല നല്ല ആൾക്കാർക്ക് കൊടുത്ത് നമുക്ക് ഡേറ്റകളൊക്കെ എഫിഷ്യന്റ്ലി മാനേജ് ചെയ്യാനും പ്രോസസ് ചെയ്യാനും നമുക്ക് പറ്റി. അങ്ങനെയാണ് നമ്മുടെ കൺവേർഷൻ റേറ്റ് കൂടിയത്. ക്ലിയർ ആയല്ലോ? അതേപോലെ അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ കൺവേർഷൻ റേറ്റ് കൂടി, മാൻ പവർ കുറവ് മതി. നിങ്ങൾക്കായാലും നിങ്ങളിപ്പോ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം നടത്തുന്നുണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഒരു 100 എൻക്വയറി വന്നിട്ടുണ്ടാവും. ഈ 100 എൻക്വയറി ശരിക്കും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ 500 എൻക്വയറി എടുക്കണ്ടാവും. ഈ 500 എൻക്വയറി പ്രോസസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ 5 പേരുണ്ടെന്ന് വിചാരിക്കുക സപ്പോസ്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ദിവസം ഒരു 30 എൻക്വയറി വന്നിട്ട് ചിലപ്പോൾ 15 എണ്ണവും ഫോൺ എടുക്കാത്തതായിരിക്കും, നോട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഇതിനൊക്കെ നമ്മുടെ സ്റ്റാഫിലേക്ക് എത്തിക്കരുത്. നമ്മൾ തുടക്കം തന്നെ ഇനീഷ്യലി തന്നെ അതിനൊന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര മാൻ പവർ വേണ്ട, അത് AI ചെയ്തോളൂ, നമുക്ക് കോളൊക്കെ എടുത്ത് താല്പര്യം ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് മാത്രം നമുക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പൊ നമുക്ക് മാൻ പവർ ഒക്കെ കുറവ് മതി, കൺവേർഷൻ റേറ്റ് ഒക്കെ കൂടും. അങ്ങനെ നമ്മുടെ ബിസിനസ് ഇൻകം ഒന്നും കൂടി കൂടും. അതായത് 10 കൗൺസിലേഴ്സ് കൂടി 50 അഡ്മിഷൻ എടുത്ത് 6 പേരുണ്ടെങ്കിൽ 51 എടുക്കാം ഈ AI അപ്ലൈ ചെയ്താൽ. ഇങ്ങനെയാണ് ഞാൻ NIBM വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് 10 ലക്ഷം എൻക്വയറി ജനറേറ്റ് ചെയ്തതും 40,000 അഡ്മിഷൻസ് എടുത്തതും 100 കോടിയുടെ ബിസിനസ് ചെയ്തത്. ഞാൻ ഒരു സ്ഥാപനമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവരുടെ ഒരു പാരലൽ മാനേജ്മെന്റ് പോലെയാണ്. കാരണം എനിക്ക് എല്ലാ ഇൻഫോർമേഷനും ആക്സസ് ഉണ്ടാവും. അവരുടെ ബിസിനസ്സിന് ഞാൻ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. അതാണ് പാരലൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. എല്ലാ മേഖലകളിലും ഞാൻ അപ്ലൈ ചെയ്യും. അവരുടെ എൻക്വയറി ആയാലും വെബ്സൈറ്റ് ആയാലും സെയിൽസ് ടീം ആയാലും എല്ലാവരായിട്ടും ഞാൻ കണക്ട് ചെയ്യും. ഞാൻ ക്വാളിറ്റി എൻക്വയറി എടുത്ത് ഐ വിൽ മേക്ക് ഷുവർ അത് പ്രോപ്പർലി പ്രോസസ് ചെയ്തു, കൺവേർട്ട് ചെയ്തു, അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള CRM എല്ലാ ടെക്നോളജിയും നമ്മൾ എല്ലാത്തിനും ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതാണ് ഒരു പാരലൽ മാനേജ്മെന്റ്. ക്ലിയർ ആയോ? ഇപ്പൊ NIBM ഞാൻ എന്താ വെച്ചാൽ 100% ഡിജിറ്റലാണ് സ്പെൻഡ് ചെയ്തത്. എല്ലാം ഡിജിറ്റലാണ് സ്പെൻഡ് ചെയ്തത്. എല്ലാ പേയ്മെന്റ് കളക്ട് ചെയ്തും ഡിജിറ്റലാണ്. ആ 100%-ലും 90% ഞാൻ സ്പെൻഡ് ചെയ്ത് ഗൂഗിൾ സെർച്ചിലാണ്. അതേപോലെ തന്നെ ഗൂഗിൾ ഡിസ്പ്ലേ ആഡാണ്. നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് ഗൂഗിൾ ആഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറയും. ഗൂഗിൾ ആഡ് എക്സ്പെൻസീവ് ആണെങ്കിൽ കൺവേർഷൻ റേറ്റ് കൂടുതലാണ്. ഓക്കെ, പലരും ഗൂഗിൾ ആഡ് കുറച്ചാൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. ഗൂഗിൾ ആഡ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് അത് ഇന്നല്ലെങ്കിൽ നാളെ അത് ബെനിഫിറ്റ് ആയിട്ട് വരും. നിങ്ങളത് പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയുന്നവർ ചെയ്താലാണ് നിങ്ങൾക്ക് അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവും. അല്ലാണ്ട് ജസ്റ്റ് ചിലവരുണ്ട് ഒരു 1 വീക്ക് ചെയ്യും പിന്നെ ഇട്ടിട്ട് പോകും. അങ്ങനെ ചെയ്തുകൊണ്ടൊന്നും നിങ്ങൾക്ക് യാതൊരു ഗുണമില്ല. ഇങ്ങനെയാണ് ഞാനൊരു NIBM വേണ്ടിയിട്ട് 1 മില്യൺ എൻക്വയറി ജനറേറ്റ് ചെയ്തതും 40,000 അഡ്മിഷൻസ് എടുത്തതും 100 crore ബിസിനസ്സാണ് ചെയ്തിട്ട് 8 വർഷം കൊണ്ട് ചെയ്ത പരിപാടിയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു എഡ്യൂക്കേഷൻ സ്ട്രാറ്റജിയാണ്. ഇതിന്റെ കംപ്ലീറ്റ് ഞാനാ ചെയ്തത്. വെബ്സൈറ്റ് ഞാനാ ചെയ്തത്, അതിന്റെ CRM ഞാനാ ചെയ്തത്, അതിന്റെ ഗൂഗിൾ ആഡ്സ്, സോഷ്യൽ മീഡിയ ഞാനാ ചെയ്തത്, LMS, മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്, സെയിൽസ് ടീമിന് മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ് ഞാനാണ്. ഡാറ്റ അനാലിസിസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇത് എല്ലാം ചെയ്തത് ഞാനാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്താലാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പൊ ഇതാണ് ഒരു NIBM ഒരു കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും അറ്റ് ദ എൻഡിൽ നമുക്ക് ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. ഞാൻ ഇനി അടുത്ത കാണിച്ചു തരാം. അടുത്തതെന്ന് പറയുന്നത് വെസ്റ്റ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആണ്. ഇവർ ദുബായ് ബേസ്ഡ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ചെന്നൈ, ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. നേരത്തെ നമ്മൾ ദുബായ് ബേസ്ഡ് ആണ്. ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇവരും എക്സിക്യൂട്ടീവ് MBA ആണ്. എക്സിക്യൂട്ടീവ് MBA എന്ന് പറഞ്ഞാൽ വലിയ ഓഫീസുകൾ, വലിയ വലിയ ബിസിനസ് നടത്തുന്നവർ, കമ്പനിക്കാരുടെ ഒക്കെ സീനിയർ ആൾക്കാർ എടുക്കുന്ന വലിയ കോഴ്സാണ് അത് എക്സിക്യൂട്ടീവ് MBA എന്ന് പറയും. അപ്പൊ ഇവരൊരു 35 എബോ ഉള്ള ആൾക്കാരൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അത്ര സീനിയർ ആൾക്കാരാണ് പഠിക്കുക. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഇവർക്ക് ഞാൻ വേണ്ടി ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ആലോചിക്കണം, നേരത്തെ ഞാൻ NIBM ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഗൂഗിളിലാണ് ചെയ്തത്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് നിങ്ങൾ കൃത്യം പഠിക്കണം. ഡെഫിനറ്റ്ലി ഇവിടെ അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന എല്ലാവരുടെയും ടാർഗറ്റ് ഓഡിയൻസ് സ്റ്റുഡന്റ് ആയിരിക്കും. പക്ഷെ സ്റ്റുഡൻസിൽ തന്നെ ഏത് കാറ്റഗറിയിലുള്ളവരാണോ, +2 പഠിക്കുന്നവരാണോ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്നവരാണോ, അല്ലെങ്കിൽ
30-40 ഇയേഴ്സ് ഉള്ളവരെയാണോ അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസിനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ കോഴ്സ് ആരെയാണോ ടാർഗറ്റ് ചെയ്യണേ അവരെ കുറിച്ച് നിങ്ങൾ ആദ്യം കൃത്യമായി പഠിക്കണം. അവരെ പഠിച്ചതിന് ശേഷം അവര് ഇന്റർനെറ്റിൽ എവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരു 35 അല്ലെങ്കിൽ ഹൈലി പ്രൊഫഷണൽസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. 30-35 ഏജ് മുകളിലുള്ളവരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. വർക്കിംഗ് പ്രൊഫഷണൽസിനെയാണ്, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ലെവൽ ഇരിക്കുന്നവരാണെങ്കിൽ ലിങ്ക്ഡിനിലാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അവര് ലിങ്ക്ഡിനിലാണ്, അല്ലാണ്ട് അവർ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കണ്ട് കളിക്കില്ല. അവര് ലിങ്ക്ഡിനാണ്. അവർ അതേ പറഞ്ഞത്. ഇനി മറ്റേതാണെങ്കിലോ, നമ്മളൊരു വർക്കിംഗ് പ്രൊഫഷണൽസ് എന്ന് വെച്ചാൽ നോർമൽ ഒരു 25-30 ഇയേഴ്സ് ഉള്ളവരൊക്കെയാണ് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഗൂഗിളിലായിരിക്കും സെർച്ച് ചെയ്യാം. ഇനി നിങ്ങൾ ഒരു കോളേജിൽ പഠിക്കുന്നവരാണ്, അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞ പ്രൊഡക്റ്റ് നിങ്ങളുടെ കോഴ്സ് ടു കോഴ്സ് നിങ്ങളുടെ ഡിജിറ്റൽ ചാനൽ മാറിയിരിക്കും. അത് ഞാൻ പലരും കാണാറുണ്ട്, എല്ലാവരും എല്ലാ ചാനലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. അത് റബ്ബിഷാണ്, അത് അത്ര നോൺസെൻസ് ആണ്. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് കൃത്യം പഠിച്ച് അവർ ഇന്റർനെറ്റിൽ എവിടെയാണ് ടൈം മനസ്സിലാക്കണം നോക്കിയിട്ട് ആ ചാനലിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാണ്ട് എല്ലാവരും ചെയ്യുന്നതാണ് ഞാനും ചെയ്യുന്നത് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. എല്ലാവരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഞാൻ ഈ ക്ലയന്റിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ 90% ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്ത് ലിങ്ക്ഡിനിലാണ്. നിങ്ങൾ എന്റെ ലിങ്ക്ഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫോളോവർ എനിക്കാണ്. 20,000 അപ്രോക്സിമേറ്റ്ലി 20,000 ഫോളോവർ കണക്ഷൻസ് എനിക്ക് ലിങ്ക്ഡിലുണ്ട്. ഏറ്റവും കൂടുതൽ കണക്ഷൻസ് ഉള്ളതാണ് ലിങ്ക്ഡിൻ. ഓക്കെ, അപ്പൊ ഇത് അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ട് 70% ഡിജിറ്റൽ സ്പെൻഡ് ഓൺ ലിങ്ക്ഡിൻ. ലിങ്ക്ഡിൻ നിങ്ങൾക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് കൃത്യമായി. ലിങ്ക്ഡിൻ ഇത്തിരി എക്സ്പെൻസീവ് ആണ്, ബേസിക്കലി വെരി എക്സ്പെൻസീവ് ആണ്. പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ഓഡിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടും. ഇനി ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടെ ഇൻഫോ പാർക്കിലുള്ളതാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നത് ഞാനാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയാലും ശരി, ഓപ്പറേഷൻ ടീം ആയാലും ശരി, അതിന്റെ എല്ലാം അതിന്റെ ഒരു ഓണർ പോലെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. എല്ലാം ഞാനാണ് മാനേജ് ചെയ്തത്. ഈ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ കുറച്ച് ഓഫ്ലൈൻ കാര്യങ്ങൾ ചെയ്തു, അത് ഞാൻ ഇവിടെ പറയാം. ഇവര് ബേസിക്കലി ടാർഗറ്റ് ചെയ്യുന്നത് ആരെ? +2 ഡിഗ്രി സ്റ്റുഡൻസിനെയാണ്. ക്ലിയർ ആയോ? നേരത്തെ നമ്മള് NIBM ടാർഗറ്റ് ചെയ്തത് ഒരു 20-30 ഇയേഴ്സ് ഉള്ളവരാ. മറ്റേ വെസ്റ്റ് ഫോർഡ് ടാർഗറ്റ് ചെയ്തത് 30-40 ആ ഏജിലുള്ളവരെ, അതുകൊണ്ട് ഏജ് കൂടുതലുള്ളവരാണ് ടാർഗറ്റ് ചെയ്തേക്കണേ. ഇവരാണെങ്കിൽ +2 ഡിഗ്രിക്കാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ തരം കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ബേസിക്കലി ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവര് ഇൻഫോ പാർക്കിലാണ് ഇവരുടെ ക്യാമ്പസ്. ഞാൻ ഇവിടെ അവരുടെ പ്രൊജക്ട് എനിക്ക് ഒരു 5 വർഷം മുന്നാണ് ഏറ്റെടുത്തത്. ഞാൻ ഏറ്റെടുത്തപ്പോ അവർക്ക് അവരുടെ ഇൻഫോ പാർക്ക് ക്യാമ്പസിൽ ആകെ 100 പിള്ളേരെ പഠിക്കണം. അത് കഴിഞ്ഞ് 50 പിള്ളേരെ പഠിക്കാൻ വേണ്ടി അവർ കാലിക്കട്ട് പോയി ബ്രാഞ്ചിട്ടൊക്കെയാണ്. അപ്പൊ ഞാൻ ചെന്നപ്പോ അവർ ഇവിടുന്ന് അങ്ങോട്ട് ഓടണം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടണം, ഇവിടുന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തോ. ഇവർക്ക് ബിസിനസ് ഇല്ല. അപ്പൊ ഞാൻ ചെന്നപ്പോ പറഞ്ഞു, നിങ്ങൾ 50 അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയല്ല നിങ്ങൾ അവിടെ അഡ്മിഷൻ ബ്രാഞ്ച് തുടങ്ങിയത്, നിങ്ങൾ ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ഇവിടെ 100 അഡ്മിഷൻ എടുത്തരാം. ഇന്ന് കഴിഞ്ഞ വർഷം 300+ അഡ്മിഷൻ ആണ് എടുത്തത്. ഈ വർഷം ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് 500 അഡ്മിഷൻ. കേരളത്തിലെ നമ്പർ 1 ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത്. ബിഗ്ഗസ്റ്റ് ക്യാമ്പസ് ആണ്. എല്ലാം ഞാനാണ് മാനേജ് ചെയ്യുന്നത്. എന്റെ ഐഡിയയിലാണ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാല്, ഞാൻ ചെന്നപ്പോ ഇവരുടെ ആഡ് എന്ന് പറഞ്ഞത് ഒരു ഫേസ്ബുക്കിൽ മാത്രമാണ് ആഡ് ചെയ്യണത്. ഞാൻ ചെന്നപ്പോ അതുകൊണ്ട് ഞാൻ നിർത്തിച്ച് ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുന്നു. പിന്നെ എല്ലാ ഈ വെബിനാർ ഇവന്റുകൾ ഉണ്ടാവും, ഓരോ സിറ്റികളിലൊക്കെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഇവന്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇതിലൊക്കെയാണ് അവർ ചെയ്തോണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഇവരുടെ 100% നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞങ്ങൾ NIBM ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെയും ചെയ്ത് ഞങ്ങൾ ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഗൂഗിൾ ആഡ്സിലാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ലോജിസ്റ്റിക്സ് കോഴ്സസ് ഇൻ കൊച്ചി എന്ന് അടിച്ചാല്, ലോജിസ്റ്റിക്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ SCM ഹബിന്റെ ആഡ് 365 ദിവസം ഉണ്ടാവും. കേരളത്തിലെ നമ്പർ 1 ലോജിസ്റ്റിക്സ് അക്കാഡമിയാണ് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്താണ്. ഓക്കെ, അപ്പൊ ഇവർക്ക് ബേസിക്കലി നമ്മൾ ഗൂഗിൾ ആഡ് ആണ് ബേസിക്കലി ചെയ്യണത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വെരി ആക്റ്റീവ് ആണ്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തു, ഗൂഗിൾ ആഡ് ചെയ്തു. അങ്ങനെ നമ്മൾ സെയിൽസ് ടീമിനൊക്കെ ഉണ്ടാക്കി നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും NIBM വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും CRM ഒക്കെ ഉണ്ട്, ഡേറ്റ ഒക്കെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. വെബ്സൈറ്റ് കറക്റ്റ് ചെയ്തു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ലൊരു വെബ്സൈറ്റ് ഉണ്ട്. 24 മണിക്കൂറും ഗൂഗിൾ ആഡ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ഒക്കെ വെരി പ്രൊഫഷണൽ ഇൻസ്റ്റാഗ്രാം ഒക്കെയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവർക്ക് ഞാൻ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഓഫ്ലൈൻ കമ്പോണൻസ് വെർ ഇന്റഗ്രേറ്റഡ് ആസ് സപ്പോർട്ടിംഗ് കണക്റ്റീവ് ഡിജിറ്റൽ മാർക്കറ്റ് ക്യാമ്പസ് ഫെസിലിറ്റി.
ഞാൻ ചെന്നപ്പോൾ ഒരു ചെറിയ ക്യാമ്പസ് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തു? ക്യാമ്പസിലെ ഫെസിലിറ്റീസ് കൂട്ടിക്കൊണ്ടിരുന്നു. ഇവര് ലോജിസ്റ്റിക്സ് ആണ്. അപ്പൊ ഞാൻ ക്യാമ്പസിൽ ലോജിസ്റ്റിക്സിന് വേണ്ടി മാത്രം ഒരു ലൈബ്രറി ഉണ്ട്. ഇന്ന് കേരളത്തിലോ ഇന്ത്യയില് ഇവർക്ക് മാത്രമാണ് ലോജിസ്റ്റിക്സിന് മാത്രം ലൈബ്രറി ഉള്ളത്. അതായത് അവിടെയുള്ള എല്ലാ ബുക്കും ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആണ്. ഏറ്റവും കൂടുതൽ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ബുക്സ് അവൈലബിൾ ആയിരിക്കുന്നത് അവിടെയാണ്. അപ്പൊ നമ്മൾ അതൊക്കെ കൺവേർഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കാണ് എക്സ്ക്ലൂസീവ് ലോജിസ്റ്റിക്സ് ലൈബ്രറി ഉള്ളത്. ഇതൊക്കെ ഞങ്ങൾ അതായത് ഓഫ്ലൈൻ കമ്പോണൻസ് ഞാൻ മാർക്കറ്റിംഗിലേക്ക് എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് കേരളത്തിലുള്ള ഒരുപാട് കരിയർ കൺസൾട്ടന്മാരുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും പറയാം, നിങ്ങൾ ഒരുപാട് കരിയർ കൺസൾട്ടന്മാരായിട്ട് കണക്ട് ചെയ്യുക. കാരണം അവരുടെ അടുത്തേക്ക് പിള്ളേര് ചെല്ലും, ഏത് കോഴ്സാണ് നല്ലത് എന്താണ്, അവരെ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യണം നിങ്ങളുടെ പ്രൊഡക്റ്റും നിങ്ങളുടെ കോഴ്സിനെ കുറിച്ച് ആരൊക്കെയാണ് സൂട്ടബിൾ എന്നുള്ളത്. അപ്പൊ അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ കുട്ടികളൊക്കെ റെഫർ ചെയ്യും. അപ്പൊ കേരളത്തിലുള്ള എല്ലാ കരിയർ കൺസൾട്ടന്മാരായിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ട്, അവരായിട്ട് ഒരു മീറ്റപ്പ് ഒക്കെ നടത്തി അവർക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരുള്ള ബുക്കും പെന്നും അതൊക്കെ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്ത് അതുവഴി ഞങ്ങൾക്ക് ഒരുപാട് അഡ്മിഷൻസ് എടുത്തു. അതുപോലെ തന്നെയാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാം, ഈ കോഴ്സുകളൊക്കെ കോളേജിലെ ടീച്ചർമാർ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും. ഞങ്ങൾ കോളേജിലെ ടീച്ചർമാരായ നമ്മളെ കുട്ടികൾ പഠിക്കണ ഏത് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഏത് കോളേജിൽ നിന്ന് വന്നേക്കണം ഞങ്ങൾ പഠിച്ചതിന് ശേഷം ആ കോളേജിൽ ടീച്ചർമാരൊക്കെ ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് അവരെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളും കോഴ്സൊക്കെ കൺവിൻസ് ചെയ്തു. അതുപോലെ തന്നെ ഞാനൊരു മാഗസിൻ ഉണ്ടാക്കി അവിടെ. നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ 99% സ്ഥാപനം ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു ബ്രൗഷർ ആയിരിക്കും തരാം. നിങ്ങൾ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രൊഫഷണൽ ഹൈ ക്വാളിറ്റി മാഗസിന് കിട്ടാം കുട്ടികൾക്ക്. ഒരു 1000 രൂപ കൂടുതൽ ചെലവുണ്ട് ഒരു മാഗസിൻ. അത്ര പ്രൊഫഷണൽ മാഗസിൻ ലോജിസ്റ്റിക്സിനെ കുറിച്ചും ക്യാമ്പസിന് നല്ല ഏറ്റവും ഹൈ ക്വാളിറ്റി പേപ്പറിലാണ്. അത്ര ഒരു കുട്ടി വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ കൺവേർഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു പരിപാടികളാണ് എല്ലാം കൺവേർഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടി ചെയ്തതാണ്. അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്തു. നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതാണ് ഇൻഫ്ലുവൻസർ. എഡ്യൂക്കേഷനിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഇൻഫ്ലുവൻസർ ഉണ്ട്. കേരളത്തിലുള്ള എല്ലാം എഡ്യൂക്കേഷനിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഇൻഫ്ലുവൻസർ ആയിട്ട് നമ്മൾ അസോസിയേറ്റഡ് ആണ്. അവരായിട്ട് നിങ്ങൾ ആ പറഞ്ഞ പേര് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസർ ആയിട്ട് നമ്മൾ ചെയ്തു. ഇത് ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻഫ്ലുവൻസർ ആണ്. ഇത് ഓൾ ഇന്ത്യ ആണ്. കേരളത്തിലുള്ള കുറെ പേരുണ്ട്. നിങ്ങൾ അവരുടെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഉണ്ടാക്കിയായിരുന്നു. യൂട്യൂബിലൊക്കെ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ എൽബോർഡ് ആഡ് ചെയ്യായിരുന്നു. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റാതെ അവരുടെ ലൈബ്രറിയാണ്. അപ്പൊ ഞങ്ങൾ അതിന്റെ ഓരോ കാര്യങ്ങൾ വീഡിയോസ് കുറെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൽ ബോർഡിൽ ആഡ് ഇടും. അപ്പൊ വീഡിയോ പോപ്പുലർ ആവുന്നതനുസരിച്ച് ഈ എൽ ബോർഡിലെ സാധനങ്ങൾ കണ്ട് നമുക്ക് അത് വഴി ഒരുപാട് എൻക്വയറിയും അഡ്മിഷൻസും കിട്ടാറുണ്ട്. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഞങ്ങൾ സെന്ററിൽ നമ്പർ 1 ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ബിഗ്ഗസ്റ്റ് ലോജിസ്റ്റിക്സ് ക്യാമ്പസ് എന്നൊക്കെ കാണിക്കും. അപ്പൊ റീലൊക്കെ വൈറൽ ആവുന്നതനുസരിച്ച് നമുക്ക് അതും അനുസരിച്ച് ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളും കിട്ടായിരുന്നു. അടുത്തതാണ് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് പറയും. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന് പറയുന്നത് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കേരളത്തിലെ നമ്പർ 1 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ ഒരുപാട് എന്റെ എല്ലാ ക്ലയന്റ് എഡ്യൂക്കേറ്റേഴ്സാണ്. 99 അല്ല 100% എന്റെ ക്ലയന്റ് എഡ്യൂക്കേറ്ററാണ്. എന്നെ പല കമ്പനിക്കാരും വിളിക്കും. ഞാൻ ആദ്യം ചോദിക്കുന്നത് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ആണോ, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു സെക്കൻഡ് പോലും സംസാരിക്കില്ല. അത്രയ്ക്ക് ഞാൻ ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പൊ എന്നെ പലരും വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, ഫസ്റ്റ് തന്നെ ചോദിക്കും നിങ്ങളുടെ ബിസിനസ് എന്ന്. അപ്പൊ എഡ്യൂക്കേഷൻ ആണെങ്കിൽ മാത്രമാണ് ഞാൻ ഒരു മീറ്റിംഗിൽ അവരോട് സംസാരിക്കുള്ളൂ. ഞാൻ പല ക്ലയന്റുകളെ നമ്പർ 1 ആക്കും. എനിക്കൊരു എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണ്, നിങ്ങൾക്ക് അത്യാവശ്യം ഫെസിലിറ്റീസ് ഉണ്ട്, ഞാൻ നിങ്ങളെ നമ്പർ 1 ആക്കി കാണിച്ചു തരാം. ഇൻഡസ്ട്രിയിൽ. അത്യാവശ്യം നിങ്ങളുടെ കോഴ്സ് നല്ലതായിരിക്കണം. നിങ്ങൾക്ക് അത്യാവശ്യം ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ, ഒരുപാട് വലിയതൊന്നും വേണമെന്നില്ല, അത്യാവശ്യം ഫെസിലിറ്റീസ് ഉണ്ട്, നിങ്ങളുടെ കോഴ്സ് നല്ലതാണ്. കോഴ്സ് നല്ലതെന്ന് വെച്ചാൽ ഒരുപാട് എന്നിട്ട് പറയാം, ചിലപ്പോൾ യൂണിവേഴ്സിറ്റി അപ്രൂവൽ ഇല്ലാത്തുണ്ടാവും, ഫേക്ക് കോഴ്സ് ഉണ്ടാവും. അങ്ങനത്തെ ഒക്കെ അല്ലെങ്കിൽ നല്ല കോഴ്സാണ്, നിങ്ങൾക്ക് അത്യാവശ്യം ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ മാർക്കറ്റിലെ നമ്പർ 1 ആക്കി തരാം. അപ്പൊ ഞാൻ എനിക്ക് എല്ലാ ക്ലയന്റുകളായിട്ട് ഞാൻ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പല ക്ലയന്റുകളും ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിക്കൂടാന്നാണ്. അപ്പൊ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിനെ ഞാൻ എന്ത് ചെയ്തു? ഇന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഗൂഗിൾ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവർ ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ. നമുക്ക് മാത്രമാണ് മൊബൈൽ എനേബിൾഡ് ലേണിംഗ് ഉള്ളൂ. അതേപോലെ സർട്ടിഫിക്കേഷൻ ആയാലും നമുക്ക് മാത്രം എല്ലാ സർട്ടിഫിക്കേഷനും ഉണ്ട്. മൊബൈൽ എനേബിൾഡ് ലേണിംഗ് ആണ്, പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് നമുക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇന്ന്
ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല് എന്റെ എന്റെ ഇന്റർനെറ്റ് ലീഡ്സിന്റെ സ്ട്രാറ്റജി എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ SC ഹബിലാണെങ്കിൽ 90% ഗൂഗിൾ ആഡ് ചെയ്ത് 10% ആണ് സോഷ്യൽ മീഡിയ ഉള്ളൂ. ഇവിടെ വന്നപ്പോ ഞാൻ 90% സോഷ്യൽ മീഡിയ 10% അദ്ദേഹം പറഞ്ഞ പ്രൊട്ടക്ട് നിങ്ങളുടെ ചാനലുകൾ മാറ്റണം. അല്ലാണ്ട് ഞാൻ അവിടെ ചെയ്തു പറഞ്ഞു ഇവിടെ അത് ചെയ്ത് അപ്ലൈ ആവണമെന്നില്ല. വേറെ ഒരിടത്തിന് ഞാൻ 100% ഗൂഗിളിൽ ചെയ്തത്, വേറൊരാൾക്ക് ഞാൻ ലിങ്ക്ഡിലാണ് ചെയ്തത്, വേറൊരാൾക്ക് ഞാൻ 90% ഗൂഗിൾ. ഇവിടെയാണ് ഞാൻ വന്നപ്പോൾ 90% സോഷ്യൽ മീഡിയയിലായി. നിങ്ങളായാലും ഇപ്പൊ ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ഇവിടെ എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും വന്നാക്കുന്നത് സോഷ്യൽ മീഡിയ എന്നാണ്. എല്ലാവരും വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ എന്നാണ്. അതേ പറഞ്ഞ പ്രൊഡക്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ചാനലുകൾ മാറാനുള്ള കഴിവുണ്ടാവണം. അപ്പൊ ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്ത് 100%ഉം 90%ഉം സോഷ്യൽ മീഡിയയിലാണ്. എസ്പെഷ്യലി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ്. അതുവഴിയൊക്കെയാണ് നിങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും ഇവിടെ തന്നെ ഇവിടെ ഞാൻ NIBM പോലെ തന്നെ എനിക്ക് എന്തുണ്ട്, നല്ല വെബ്സൈറ്റ് ഉണ്ടാക്കി, CRM ഉണ്ടാക്കി, ക്യാമ്പയിൻ ചെയ്തു. അതേപോലെ കൗൺസിലേഴ്സിന്റെ ഡേറ്റ ഒക്കെ പ്രോസസ് ചെയ്യാനുള്ള പരിപാടി നമ്മൾ ഇവിടെ ചെയ്തു. ഓക്കെ, ഞാൻ ഇവിടെ ചെയ്ത പരിപാടി ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഡെമോ ക്ലാസ്സുകൾ നടത്തും. അതേപോലെ പ്രൊഡക്റ്റ് ഓരോന്നിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ സ്ട്രാറ്റജി. ഇപ്പോഴും ഞാൻ ഡെമോ ക്ലാസ് നടത്തണം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഫ്രീ ക്ലാസ് നടത്തണേ. ഞാൻ ഫ്രീ ക്ലാസ് നടത്തുന്നത് കാരണം വെച്ചാൽ ഇതിൽ നിന്ന് എനിക്ക് കസ്റ്റമർ കിട്ടും. ഇതിന് എല്ലാ പ്രാവശ്യം കിട്ടാറുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഇത്രയും പേരായിട്ട് ചിലപ്പോൾ ഒരു കസ്റ്റമർ കിട്ടും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നതാണ്. അപ്പൊ ഇങ്ങനെ നടത്തുമ്പോഴാണ് എനിക്ക് പല കസ്റ്റമേഴ്സിനും കിട്ടണം. കാരണം ഇവർക്ക് തുടക്കം ഒരു ഐഡിയ ഒക്കെ കൊടുക്കും, എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നമ്മൾ അവരായിട്ട് അസോസിയേറ്റ് ചെയ്യും. ഞാൻ ഒരുപാട് എസ്പെഷ്യലി ലോക്ക്ഡൌൺ സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെബിനാർ നടത്തിയത് ഞാനാണ്. 365 ദിവസവും ഞാൻ ആഡ് ആയിരുന്നു. ആഴ്ചയിൽ 3-4 വെബിനാർ മിനിമം നടത്തി. അങ്ങനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ, നിങ്ങൾക്ക് അറിയാവുന്ന ലോക്ക്ഡൌൺ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായ കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനം അടച്ചുപൂട്ടിയത് ആ സമയത്ത്. കാരണം ഏറ്റവും നല്ല സ്ഥാപനത്തിൽ ഓൺലൈനിൽ ആൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായി. നമ്മുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികളൊന്നും പഠിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ഡെമോ ക്ലാസ്സുകളൊക്കെ നടത്തും. ഡെമോ ക്ലാസ്സിൽ എന്തിൽ നമ്മുടെ കോഴ്സിനെയും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും. ചിലപ്പോൾ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. ആ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ എടുത്തത്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കും. അത് പഠിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. അങ്ങനെയാണ് എനിക്ക് ബിസിനസ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാനിവിടെ ചെയ്തത്. നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, ഞാനൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മോഡൽ പ്രകാരം എൻ്റെ അടുത്ത് 10 പേര് എൻക്വയറി നടത്തിയാൽ 10 പേരെയും ഞാൻ കൺവേർട്ട് ചെയ്യും. നിങ്ങൾ ലോകത്തകത്ത് ഒരു സ്ട്രാറ്റജി ഉണ്ടാവില്ല. 10 പേരെയും ഞാൻ കൺവേർട്ട് ചെയ്യും. കോമ്പറ്റീറ്ററെ വരെ ഞാൻ കൺവേർട്ട് ചെയ്യും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചവരെ കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഞാൻ റിസർച്ച് നടത്തിയിട്ടാണ് ഞാൻ അതിന് പറയാം. ഇപ്പൊ ഞാൻ ഒരു എൻക്വയറി വന്നു. ചിലവർ പറയും എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറയും. പൈസ ഇല്ല എന്ന് പറയാൻ പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളാൻ പറയും. അവരെ ഞാൻ ഫ്രീ ക്ലാസ്സിൽ കയറ്റും. ഇപ്പൊ നിങ്ങൾ പലവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ക്ലാസ്സിൽ. ഞാൻ ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലവർ പറയും, ഞാൻ പറയും ഞങ്ങൾക്ക് ഇങ്ങനെ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ പറയും ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഞാൻ പറയും ഞങ്ങൾക്ക് മൊബൈൽ ആപ്പ് ഉണ്ട്, റെക്കോർഡർ ക്ലാസ് ആണ്, വെറും 999 അടച്ചാന്ന് പറയും. അപ്പൊ 999 എടുക്കും. ഇനി ചിലവർക്ക് പറയും ഓഫ്ലൈൻ ബാച്ച് ആണ് മതി, ഓഫ്ലൈനിലേക്ക് അഡ്മിഷൻ എടുക്കും. ചിലവർ പറയും ഓൺലൈൻ ബാച്ച് ആണ് മതി, ഓൺലൈനിലേക്ക് അഡ്മിഷൻ എടുക്കും. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചവരുണ്ട്, ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാമെന്ന് പറഞ്ഞ് ഞാൻ പറയും ഞങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് ജോബ് സൈറ്റ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ജോബ് മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം നിങ്ങൾക്ക് നല്ല ജോബ് ഞാൻ ഹെൽപ്പ് ചെയ്ത് വാങ്ങിച്ചു തരാം. നിങ്ങൾ ആ ജോബ് സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യും, നിങ്ങളുടെ റെസ്യൂം ഒക്കെ ഇടാൻ പറയാം. അപ്പൊ ഞാൻ ഒരുപാട് കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനാ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് തരാന്ന് പറഞ്ഞിട്ട്. അതാ ഞാൻ പറഞ്ഞ കോമ്പറ്റീറ്റേഴ്സിനെ വരെ കൺവേർട്ട് ചെയ്യും. ഇനി ചിലവർ പറയും നിങ്ങൾ 3 വർഷം 4 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ UK മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം, അവിടെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ഉണ്ട്. ഞാൻ സ്റ്റഡി അബ്രോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ 10 പേരെയും ഞാൻ കൺവേർട്ട് ചെയ്യുന്നു പറഞ്ഞു. ആര് വന്നാലും ഞാൻ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ സ്ട്രാറ്റജി ഉണ്ടാക്കി നിങ്ങൾക്കും അങ്ങനത്തെ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ഉണ്ടാക്കാം. ഒരാൾ വന്നു, അവരെല്ലാവരും ഇന്നലെ നാളെ അവർ നമ്മുടെ നല്ല കസ്റ്റമേഴ്സ് ആവും. അപ്പൊ ആ ഒരു സ്ട്രാറ്റജി ഞാനിങ്ങനെ റിസർച്ച് നടത്തിയിട്ടാണ് അതിൽ തന്നെ ചെയ്തത്. അടുത്തത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരു വർഷം ഇവിടെ ലണ്ടനിലായിരുന്നു. അവിടെ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ സ്റ്റുഡന്റ് വിസയിലെ പോയിട്ടോ. ഞാൻ എന്നിട്ട് പറയാം അതിന്റെ IELTS ഒക്കെ എഴുതി അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ഓഫ് സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ പഠിക്കാൻ പോയി. എന്റെ സ്റ്റുഡന്റ് വരെ ഉണ്ടായിരുന്നു എന്റെ കൂടെ പഠിക്കാൻ.
പക്ഷെ ഞാൻ ഐ ഡോണ്ട് കെയർ. ഞാൻ അവരോട് പഠിച്ചു. പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെയുള്ള 99 വേണമെങ്കിൽ കാരണം 100% കുട്ടികളും വർക്ക് ചെയ്യണത് നിങ്ങൾക്കറിയാം, എന്തെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ കെയർ ഹോംസിലോ അങ്ങനത്തെ ജോലികളാണ്. എനിക്ക് ഭാഗ്യത്തിന് എഡ്യൂക്കേഷൻ സെക്ടറിൽ തന്നെ വർക്ക് കിട്ടി. അതാണ് റോബോട്ടിക് എന്ന് പറയും. ഇവര് കൊടുക്കുന്നത് കോഡിങ്ങിന്റെ ട്രെയിനിങ് ആണ്. റോബോട്ടിക്സ് ആൻഡ് കോഡിംഗ് ട്രെയിനിങ് ഫോർ കിഡ്സ്. അതായത് 5 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയാണ്. അപ്പൊ എനിക്ക് ഭാഗ്യത്തിന് എല്ലാ തരം ഏജിലുള്ള കുട്ടികളെയും ടാർഗറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. നമ്മൾ ഇവിടെ ആണെങ്കിൽ 5 തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള റോബോട്ടിക്സ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. മറ്റേ സിംഗപ്പ് ആണെങ്കിൽ +2 ഡിഗ്രി ആണ്. മറ്റേ NIB ആണെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. മറ്റേ വെസ്റ്റ് ഫോർഡ് ആണെങ്കിൽ ഹൈ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലോ ഒരു 15 വയസ്സ് തൊട്ട് 70-75 വയസ്സുള്ളവർ പഠിക്കുന്ന കോഴ്സാണ്. എല്ലാവരും പഠിക്കുന്നത്, എല്ലാ തരം അപ്പനും മോനും കൂടി എന്റെ ബാച്ചിൽ പഠിച്ചിട്ടുണ്ട്. 67 വയസ്സുള്ള ആൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് ഏജിലുള്ളവർ പഠിക്കുന്നതാണ്. സ്റ്റുഡൻസ്, വർക്കിംഗ് പ്രൊഫഷണൽസ്, ബിസിനസ് ഓണർ, ഹൗസ് വൈഫ്സ്. അപ്പൊ എല്ലാതരം കോഴ്സുകൾ, എല്ലാതരം ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ അവരുടെ മൈൻഡ് സെറ്റ് ഒക്കെ ക്ലിയർ ആയിട്ട് പിടുത്തം കിട്ടുന്നതാണ്. അപ്പൊ ഭാഗ്യത്തിന് ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് റോബോട്ടിക്സ് ആണ്. റോബോട്ടിക്സ് ആൻഡ് ട്രെയിനിങ് കോഡിംഗ് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ഇവർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നിങ്ങൾക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ സ്റ്റാഫുകളൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് അവർ ഓട്ടോമേഷനും CRM അങ്ങനത്തെ ബേസിക്കലും ഇങ്ങനത്തെ കുറെ ടൂളുകൾ എസ്പെഷ്യലി അമേരിക്കൻ UK ക്ലയന്റുകൾക്ക് വേണ്ടിയാണ് ബേസിക്കലി അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം ഡേറ്റകളൊക്കെ പ്രോസസ്സ് ചെയ്യാനും പിടിക്കാനും അവർക്ക് സ്റ്റാഫുകളൊക്കെ വെരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അവരെല്ലാം ഓട്ടോമേഷനാണ്. ഞാനായാലും അവിടെ ചെന്ന് കുറെ ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ ഞാനത് പഠിച്ചു. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇന്റർനെറ്റ് ലീഡ്സിൽ ചെയ്തത് അതേ സിസ്റ്റം തന്നെ അവിടെ ചെയ്തു. ഡെമോ ക്ലാസ്സുകൾ ഞാൻ നടത്തി. അത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ ഡെമോ ക്ലാസ്സുകളൊക്കെ നടത്തി വഴി ഒരുപാട് പാരന്റും കുട്ടികളൊക്കെ അത് അറ്റൻഡ് ചെയ്യും. താല്പര്യം കഴിഞ്ഞും അവർ താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സിന് ജോയിൻ ചെയ്യും. അപ്പൊ സെയിം സ്ട്രാറ്റജീസ് തന്നെയാണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്ത് ഡെമോ ക്ലാസ്സുകൾ നടത്തി. സോഷ്യൽ മീഡിയ വഴിയാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി കുറച്ച് എഡ്യൂക്കേറ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെയാണ് ഒരു ഐഡിയ. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ? എന്തെങ്കിലുമൊക്കെ ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ ചോദിക്കാനുള്ള അവസരം തരാട്ടോ. അപ്പൊ ഞാൻ ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. ഇന്ത്യയിലും ദുബായിലും അല്ലെങ്കിൽ ഇപ്പൊ യുഎസ്എയിലേക്ക് ഒരു ന്യൂയോർക്കിലേക്ക് ഒരു എഡ്യൂക്കേഷൻ ക്ലയന്റ് ഉള്ള സെക്യൂരിറ്റിയുടെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷനാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ ന്യൂയോർക്കിലേക്ക് പോകാറുള്ളതാണ്. അവിടെ ഞാൻ എനിക്കൊരു എഡ്യൂക്കേഷൻ ക്ലയന്റ് ഉണ്ടായിരുന്നു. അതുപോലെ ലണ്ടനിൽ ചെയ്തായിരുന്നു, ദുബായ് ചെയ്തായിരുന്നു, കേരളത്തിൽ ചെയ്തായിരുന്നു, ഔട്ട് ഓഫ് കേരള ഉണ്ട്. അപ്പൊ എനിക്ക് പല ഭാഗങ്ങളിൽ പലവരായിട്ട് ചെയ്യാൻ എല്ലാം എൻ്റെ എഡ്യൂക്കേഷൻ ക്ലയന്റാണ്. അപ്പൊ ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പണ്ടത്തെ കോൺസെപ്റ്റ് അല്ല ഇന്ന് കാലം ഒരുപാട് മാറി. ഇന്ന് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, ഡിജിറ്റൽ എഡ്യൂക്കേറ്റഡ് ആണ്. എല്ലാവർക്കും മൊബൈൽ, ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാം, ഗൂഗിൾ ഉപയോഗിക്കാൻ അറിയാം, യൂട്യൂബ് ഉപയോഗിക്കാൻ അറിയാം. ഇന്ന് നിങ്ങൾ വെറും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ സാധനം ഞാൻ ഉണ്ടാക്കിയതാ. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനി വിജയിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് വ്യക്തമായ ധാരണ വേണം ഇതിനെക്കുറിച്ച്, വെബ്സൈറ്റിനെ കുറിച്ച്. വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ്, ലാൻഡിംഗ് പേജ്, ബ്ലോഗ്സ്, എവിടെയാണോ നിങ്ങളുടെ കോഴ്സിന്റെ ഇൻഫോർമേഷൻ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണേ. ചിലപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണേ, ചിലപ്പോൾ ഒരു മൊബൈൽ ആപ്പിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണേ, ചിലപ്പോൾ ഒരു യൂട്യൂബിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണേ. എവിടെയാണോ നിങ്ങളുടെ അത് നിങ്ങൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. നിങ്ങൾക്ക് വ്യക്തമായ ഐഡിയ ഉണ്ടായിരിക്കണം. വെബ്സൈറ്റും അതിന്റെ മൊബൈൽ ഫ്രണ്ടിൽ ആയിരിക്കണം. അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് അതിനെ കുറിച്ച് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവണം. അല്ലാണ്ട് ചിലവരുണ്ട്, ഞാൻ വെബ്സൈറ്റിനെ കുറിച്ച് എനിക്കറിയാം, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റ്, ഞാൻ വേണമെങ്കിൽ കുറച്ച് ഗൂഗിൾ ആഡ് ചെയ്തുതരാം, അല്ലാണ്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ വേണമെങ്കിൽ ഫേസ്ബുക്ക്, ആ കാലഘട്ടമൊക്കെ പോയി അങ്ങനെയുള്ളവർക്കൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പൊ നല്ല വെബ്സൈറ്റിനെ കുറിച്ച് നല്ല ധാരണ വേണം. വൺസ് വെബ്സൈറ്റിനെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ അടുത്തതാണ് നമ്മൾ SEO, ഗൂഗിൾ ആഡ്സിനെ കുറിച്ച് ധാരണ വേണം. ഞാൻ ഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞു, ഞാനൊരു 20 വർഷമായിട്ട് ഫീൽഡിലാണ്. ഞാൻ എൻ്റെ കരിയറിന്റെ തുടക്കം വെബ്സൈറ്റ് ഡെവലപ്പർ ആയിരുന്നു. ഞാൻ വെബ്സൈറ്റ് ഡെവലപ്പർ, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പർ ആയിരുന്നു ഞാൻ 3 വർഷത്തോളം. ഈ ഡെവലപ്മെന്റ് ബാക്ക്ഗ്രൗണ്ട് എന്നെ വളരെ ഹെൽപ്പ് ചെയ്തു, വളരെ ഡീപ്പായിട്ട് പോകാൻ എന്നെ ഈ ഡെവലപ്മെന്റ് ബാക്ക്ഗ്രൗണ്ട് ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ഇതൊന്നും അല്ല. നിങ്ങൾക്ക് വെബിനെ കുറിച്ച്, ടെക്നോളജിനെ കുറിച്ച് എത്രയോ അറിവുണ്ട്, അത്രയ്ക്കും നല്ലതാണ്.
അപ്പൊ അല്ലാണ്ട് ഞാൻ SEO മാത്രമേ ചെയ്യൂ, അതൊന്നും ആ കാലഘട്ടമൊക്കെ പോയി. ഇതെല്ലാം കണക്റ്റഡാ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊരു ഐഡിയ വേണം. പിന്നെ SEO, ഗൂഗിൾ ആഡ്, ഇമെയിൽ മാർക്കറ്റ്, എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ക്വാളിറ്റി ട്രാഫിക്കിനെ കൊണ്ടുവരാൻ, എൻക്വയറി കൊണ്ടുവരാനുള്ള കഴിവുണ്ടാവണം. വൺസ് എൻക്വയറി കൊണ്ടുവന്നാൽ ഇത് പ്രോസസ് ചെയ്യുന്നത് CRM വഴിയാ. അപ്പൊ CRM കുറിച്ച് ഐഡിയ വേണം. അപ്പൊ ഇത് ഞാനൊരു ക്ലയന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ എല്ലാം ചെയ്യും. ഇനി CRM ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല്, നിങ്ങളുടെ ഒരു സെയിൽസ് ടീം ഉണ്ടാവും, എൻക്വയറി ഇവരെ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. സെയിൽസ് ടീമിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ്. ഞാൻ എന്റെ ക്ലയന്റുകളുടെ സെയിൽസ് ടീമിനെ ഞാനാ മാനേജ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ചില സെയിൽസ് ടീമാർ പറയും ആ എൻക്വയറി മോശം, ഈ എൻക്വയറി മോശം. ഇതിനൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. അവർ പല എക്സ്ക്യൂസുകളും പറയും. അവരെ കൃത്യമായി നമുക്ക് ബ്ലോക്ക് ചെയ്യാം. അതിനാണ് ഈ സോഫ്റ്റ്വെയറും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് കൊടുക്കണം. അപ്പൊ സെയിൽസ് ടീമിനെ മാനേജ് ചെയ്യണം. അതേപോലെ തന്നെ ഡേറ്റ അനാലിസിസ്, അനലിറ്റിക്കൽ സ്കില്ല് വേണം. എന്നാലാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഏത് ചാനലാണ്, ആ ചാനലാണ് നല്ലത്, ഈ ചാനലാണ് നല്ലത്, അല്ലെങ്കിൽ ഇതാണ് നല്ലതെന്നുള്ള അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു റൊട്ടേഷനാണ്. ആദ്യം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പിന്നെ CRM വേണം, പിന്നെ സെയിൽസ് ടീമിനെ മാനേജ് ചെയ്യണം. ഡേറ്റ അനാലിസിസ് എടുത്തും കുറെ ഐഡിയാസ് കിട്ടും. അതനുസരിച്ച് നമ്മൾ വീണ്ടും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ചേഞ്ചസ് വരുത്തുന്നു, ഡിജിറ്റൽ സ്ട്രാറ്റജീസിൽ ചേഞ്ചസ് വരുത്തുന്നു, CRM ചേഞ്ചസ് വരുത്തുന്നു, സെയിൽസ് ടീമിൽ അവർ കുറെ ഇൻപുട്ട് കിട്ടും. അത് മാറ്റങ്ങൾ വരുത്തി അവരടുത്ത് കുറെ കാര്യം. ഇങ്ങനെ ഇത് റൊട്ടേഷൻ ആണ്. ഇത്തരം കാര്യം ആരാണോ ചെയ്യുന്ന അവർക്ക് മാത്രമേ നിങ്ങളുടെ ബിസിനസ്സിന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഇപ്പൊ നടക്കണ എന്താ? വെബ്സൈറ്റ് ചെയ്യുന്ന ഒരാള്, CRM ചെയ്യുന്ന ഒരാള്, SEO ചെയ്യുന്ന ഒരാള്, സോഷ്യൽ മീഡിയ ചെയ്യുന്ന ഒരാള്, വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന ഒരാള്, സെയിൽസ് ടീമിനെ മാനേജ് ചെയ്യുന്നത് വേറൊരാള്. ഇവരായിട്ടൊന്നും ഒരു കോർഡിനേഷൻ ഇല്ല. ഇവരായിട്ട് എല്ലാം കണക്ട് ചെയ്യണം. ആരാണോ ഇവരൊക്കെ മാനേജ് ചെയ്യുന്നത് അവർക്ക് മാത്രമാണ് അടുത്ത ലെവലിൽ പോകാം. അതാണ് ഞാൻ ഇപ്പൊ പഠിച്ച ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ പലരും വിജയിക്കാത്തതിന്റെ 99% റീസണും ഓരോരുത്തരാണ് ചെയ്യണേ. അതൊന്നും പ്രൊഫഷണൽസ് ആയിരിക്കില്ല ചെയ്യുക. ക്ലിയർ ആയോ? പിന്നെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കോൺസെപ്റ്റുകളാണ് ഞാൻ പറയാൻ പോണേ. മോർ ലീഡ് നീഡ് മോർ കൗൺസിലേഴ്സ് ഫോർ കൺവേർഷൻ. ആക്ച്വലി നിങ്ങൾ പല ഡിജിറ്റൽ ചാനലുകൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഡേറ്റ തരണം എന്ന് പറയും. അല്ലെങ്കിൽ പറയും ഞങ്ങൾക്ക് ഇപ്പോൾ ഫേസ്ബുക്കിൽ 100 രൂപയ്ക്ക് ഇത്ര എൻക്വയറി വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു എൻക്വയറി കോസ്റ്റ് 10 രൂപ, നിങ്ങൾ 5 രൂപയ്ക്ക് തരാൻ പറയും. നിങ്ങളുടെ അപ്രോച്ച് തന്നെ തെറ്റാ. നിങ്ങൾ എൻക്വയറിയുടെ പുറകെ പോകരുത്, ക്വാളിറ്റി എൻക്വയറിയുടെ പുറകെ പോകണം, അഡ്മിഷന്റെ പുറകെ പോകണം. എന്നാലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടൂ. ഡേറ്റയുടെ പുറകെ പോയാൽ ഡേറ്റ കിട്ടൂ. ഡേറ്റ കിട്ടിയിട്ട് കാര്യമില്ല. ക്വാളിറ്റി ഡേറ്റ കിട്ടണം, അഡ്മിഷൻ കിട്ടണം. അപ്പൊ അഡ്മിഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ അതായിരിക്കണം നിങ്ങൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവരോട് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ. ഇനി ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, എന്നിട്ട് പറയാ ഓരോ വർക്കും ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ടാവും. എന്നാലും കാര്യമില്ല. അത് എല്ലാ വർക്കും ഒരാൾക്ക് കൊടുക്കുക. അവർക്കാണ് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതിന് ഞാൻ കാണുന്ന നേരത്തെ ഒരാൾക്ക് ഒരാഴ്ച കൊടുക്കും മാറ്റാണ്. ഒരിക്കലും ചെയ്ത് അവരൊരു പ്രൊഡക്റ്റ് ഒക്കെ പഠിച്ചു വരുമെങ്കിൽ നിങ്ങൾ മാറ്റാണ്. നിങ്ങൾ അവൻ ഒപ്റ്റിമൈസ് ചെയ്ത് നിങ്ങളാണ് ആ ഏജൻസിന് അടുത്ത ലെവലിൽ കൊടുക്കണം. കാരണം പ്രൊഡക്റ്റ് നോളജ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ ലോകത്തുള്ള ഒരുപാട് ഡിജിറ്റൽ കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, ലോകം മുഴുവനുള്ള. അപ്പൊ അമേരിക്കയിൽ ഇഷ്ടംപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ലണ്ടനിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, മുംബൈ, ഡൽഹി, ഗൂഗിളിന്റെ ഓഫീസിൽ പോവാറുണ്ട്, അല്ലെങ്കിൽ ചൈനയിൽ, ഇങ്ങനത്തെ ഓരോ ലിങ്ക്ഡിനിൽ പോവാറുണ്ട്, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഇവിടെയൊക്കെ ഞാൻ ഒരുപാട് ഡിജിറ്റൽ കോൺഫറൻസ് നിങ്ങളായത് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് പുതിയ ഐഡിയാസുകൾ കിട്ടും. ഒരുപാട് പുതിയ ഐഡിയാസുകൾ കിട്ടി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് സക്സസ്ഫുൾ സ്റ്റോറികൾ കേൾക്കാൻ പറ്റും. അപ്പൊ നിങ്ങളായാലും, ഞാൻ പഠിച്ചൊന്നും ഞാൻ ചോദിക്കുന്നത്, എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വേണം. അതുപോലെ നിങ്ങൾക്കറിയാം, എനിക്ക് എപ്പോഴും പഠിക്കാനും ഒരു താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ റീസെന്റ്ലി ആയാലും MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലണ്ടനിൽ പോയി പഠിച്ചതും വീണ്ടും ഞാൻ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ കൂടെ, അങ്ങനെയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യാനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും ഇപ്പോഴത്തെ കുട്ടികളുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയതും അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ എന്റെ ക്ലയന്റുകൾക്ക് കൊടുക്കുന്ന കുറച്ച് പ്രോമിസസ് ഉണ്ട്. ഇത് 100% ഗ്യാരണ്ടി പ്രോമിസ് ആണ്. നിങ്ങളുടെ ലീഡ് കൗണ്ട് ഞാൻ കൂട്ടിത്തരും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാസം 50 എൻക്വയറി ഞാൻ അത് കൂട്ടിത്തരും, ഗ്യാരണ്ടി. നിങ്ങളുടെ കോസ്റ്റ് പെർ എൻക്വയറി ഞാൻ കുറച്ച് തരും, ഗ്യാരണ്ടി. നിങ്ങളുടെ കൺവേർഷൻ റേറ്റ് ഞാൻ കൂട്ടിത്തരും, ഗ്യാരണ്ടി. ഡിക്രീസ് ആയ ഓവറോൾ നിങ്ങളുടെ ബിസിനസ് ഞാൻ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്നിട്ട് പറയാ, ഞാനായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ, നിങ്ങളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ എല്ലാം വെബ്സൈറ്റ് ആയാലും സെയിൽസ് ടീം ആയാലും CRM ആയാലും എല്ലാം നമ്മളെല്ലാം ചെയ്യുന്നതാണ്.
നമ്മൾ ഒരുപാട് എഡ്യൂക്കേഷൻ ക്ലയന്റുകളായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓൺലി എഡ്യൂക്കേറ്റേഴ്സ് മാത്രമാണ് പങ്കെടുക്കണേ. ഇപ്പൊ നെക്സ്റ്റ് ട്യൂസ്ഡേ ആണ് അതിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണേ. 1 മന്ത് ആണ്. ചൊവ്വ ബുധൻ വ്യാഴായിരിക്കും ക്ലാസ്. എഡ്യൂക്കേറ്റേഴ്സ് മാത്രമായിരിക്കും. നിങ്ങൾക്ക് ആ ക്ലാസ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കുറെ പല കാര്യങ്ങളും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അത് കിട്ടും. നിങ്ങളുടെ ബിസിനസ് കൺസൾട്ടിങ് കിട്ടും. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ ഏജൻസിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് ടെക്നോളജിക്കൽ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഇതിലൂടെ. സെയിൽസ് ടീമിനെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള ക്ലാരിറ്റി കിട്ടും. നിങ്ങൾക്ക് മറ്റ് എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടും. നിങ്ങളുടെ കൺവേർഷൻ റേറ്റ് കൂട്ടും, ലീഡ് കൗണ്ട് കൂട്ടും. അതേപോലെ നിങ്ങൾക്ക് ഞാൻ തന്നെ പേഴ്സണലി നിങ്ങളുടെ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ടീമുകളൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കൺസൾട്ടിങ് ഞാൻ തരുകയും ചെയ്യും, നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ. ഓക്കെ. അതേപോലെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ്. എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടി മാത്രം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതേപോലെ എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടി മാത്രം വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഉണ്ട്, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ഉണ്ട് ഓൺലി ഫോർ എഡ്യൂക്കേറ്റേഴ്സ്, ലീഡ് ജനറേഷൻ ഉണ്ട് എഡ്യൂക്കേറ്റേഴ്സ്, CRM, LMS, ERP ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് എഡ്യൂക്കേറ്റേഴ്സ്. വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ്, ഡേറ്റ അനാലിറ്റിക്സ് ചെയ്യുന്നതാണ്. ഇതാണ് പരിപാടി. അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയോ? നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയോ? നമ്മുടെ ക്ലാസ് ഒക്കെ മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആരൊക്കെയും അഡ്മ്യൂട്ട് ചെയ്യണമെങ്കിൽ അഡ്മ്യൂട്ട് ചെയ്യാം. ഇത്തിരി സ്പീഡായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ കുറെ വെബിനാർ എടുക്കുന്നതാണ്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നൊന്നും പറയേണ്ട കാര്യം എനിക്ക് തോന്നില്ല. അതൊക്കെ ഒരു എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് വേണ്ടത് സ്ട്രാറ്റജീസ് ആണ്, നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കൂടുതലും സംസാരിച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. ഓക്കെ. ഇനിയിപ്പോ ചിലവര് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വാട്സപ്പിൽ സൂമിന്റെ ലിങ്ക് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഒരു നമ്പർ ചോദിക്കുന്നുണ്ട്. ഞാൻ നമ്പർ തരാം. നിങ്ങൾ ഇന്ന് വിളിക്കരുത്, നാളെ വിളിക്കണം. നമ്പർ ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇങ്ങനത്തെ ഇവിടെ പലരും വെബിനാർ നടത്താറുണ്ട്. പക്ഷെ എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയിട്ട് കേരളത്തിലല്ല ഇന്ത്യയിൽ ആരും വെബിനാർ നടത്താറില്ല. ഞാൻ മാത്രമാണ് ചെയ്യണത്. ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ മാത്രം ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഓൺലി എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടി. അപ്പൊ ഇതുപോലത്തെ ഒരു സെഷൻ ആരും നടത്താറില്ല. കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ആരും നടത്താറില്ല. ഞാനത് ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സിന്റെ സെഷൻസ് നടത്താറുണ്ട്. എപ്പോഴും നടത്തുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ അടുത്ത പ്രാവശ്യം നടത്തുമ്പോൾ അതിൽ ആഡ് ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വന്നോന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയിന്റ് ചെയ്യാം. അടുത്ത പ്രാവശ്യം ഞാൻ അതൊക്കെ ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടി ഒരു വെബിനാർ നടത്താറുണ്ട്. അപ്പൊ അതിൽ ഞാൻ വേറെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബേസിക് കാര്യങ്ങൾ കവർ ചെയ്യാറുണ്ട്. അത് ഞാൻ നിങ്ങളെ അറിയിക്കാം. അത് ഞാൻ നടത്തുന്നതാണ്. അത് വേറൊരു കോൺസെപ്റ്റാണ്. ഓക്കെ. വേറെ എന്തെങ്കിലും? ഓക്കെ. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇനി സർവൈവ് ചെയ്യണമെങ്കിൽ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകണമെങ്കിൽ ഇന്ന് ലോകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പലരും പറയും ഞാൻ അത് ചെയ്യാം, ഞാൻ അതൊന്നല്ല. നിങ്ങളെ പലരും പറയും ബിസിനസ്സിന് അടുത്ത ലെവലിൽ കൊണ്ടുപോകുന്ന പറയും. ഞാൻ A to Z ചെയ്യുന്നതാ. നിങ്ങൾക്ക് ഞാൻ എൻക്വയറി കൊണ്ടുവരും. അല്ലാണ്ട് കൊണ്ടുവരുന്നാൽ എൻക്വയറി കൊണ്ടുവരും. ഈ എൻക്വയറിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് തരും. സെയിൽസ് ടീമിനെ വെച്ച് മാനേജ് ചെയ്തിട്ട് അത്ര A to Z നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ. പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്യണോ? പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാ. പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചിലവർ വന്നിട്ട് പറയില്ലേ, ഞാൻ നിങ്ങൾക്ക് ഇത്ര അഡ്മിഷൻ എടുത്തു തരാം, നിങ്ങൾ അഡ്മിഷൻ തന്നു കഴിഞ്ഞാൽ മാത്രം പൈസ തന്നാൽ. അതാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. അതായത് പെർഫോം ചെയ്താൽ മാത്രം, പെർഫോം ചെയ്യുക എന്നാൽ മാത്രം പൈസ കൊടുത്താൽ മതി. റിസൾട്ട് ഓറിയന്റഡ് ആണ്. അത്രയ്ക്ക് കോൺഫിഡന്റ് ഉള്ളവരാണ് ചെയ്യുന്നത്. പ്രൊഡക്റ്റിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും അറിവുള്ളവരാണ് അത് ചെയ്യുക. ക്ലിയർ? എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ അറ്റൻഡിങ് ദ വെബിനാർ. എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിക്കണം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.